നമുക്ക് അരവിന്ദന്റെ മക്കളുടെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന ആ ഒരു നല്ലൊരു വിശേഷം തന്നെയാണ് ഒടുവില് ഗംഗയും വിനീതും കൂടെ വീട്ടിലേക്ക് മടങ്ങി വരുവാണ്. അവരുടെ വരവ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സഹിച്ചില്ല ഗീതയ്ക്കൊന്നും. അപ്പൊ ഗീതയുടെ വിചാരം എന്താ, അമ്മ ഇപ്പൊ അവരെ അടിച്ചിറക്കും എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് ഗീത ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെയായിരുന്നു ദാസിന്റെ മനസ്സിലെ ചിന്ത. കാരണം പടിയടിച്ച് പിണ്ടം വെച്ചാണല്ലോ ഇവനെ. ഇനി ഇവൻ മേലാൽ ഈ വീട്ടിൽ കാല് കുത്തില്ല എന്നൊരു ചിന്ത. എല്ലാം അടക്കി പിടിക്കാം, എല്ലാം സ്വന്തമാക്കാം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഗീതയെ അവിടെ നിർത്തിയതും ഈ പറയുന്ന സുജാതയെ കൊല്ലാനൊക്കെ ശ്രമിച്ചതും. പക്ഷെ അവരുടെ വരവ് കണ്ടു കഴിഞ്ഞപ്പോ സഹിക്ക വയ്യാതെ അകത്തേക്ക് കയറി ഓടിച്ചെന്ന ഗീത കാണുന്ന കാഴ്ച സുജാത നിലവിളക്കൊക്കെ ആയിട്ട് ഇറങ്ങി വരുന്നതാണ്. അത് കണ്ടപ്പോ ഒരു നിമിഷം ഞെട്ടിപ്പോയി. അമ്മ ഇതെന്താ കാണിക്കണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗംഗയും വിനീതും കൂടെ മുറ്റത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സുജാത നിലവിളക്കുമായിട്ട് അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു, ദേ പിടിക്കും മോളെ. വിളക്ക് വെച്ച് വലതുകാല് വെച്ച് അകത്തേക്ക് നല്ല ഐശ്വര്യമായിട്ട് കയറി വരാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ഗീതയും അതുപോലെ തന്നെ ദാസൊക്കെ അന്തം വിട്ട് നോക്കുവാണ്. ഇതെങ്ങനെ, ഒന്നും മനസ്സിലായില്ല അവർക്ക്. അപ്പോഴേക്കും വിനീത് ചിരിക്കുവാണ്. ആ സമയത്ത് ഗീത അമ്മ ഇവരെ പടിയടിച്ച് പിണ്ടം വെച്ചെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അതൊന്നും സുജാത മൈൻഡ് ചെയ്തതേ ഇല്ല. ഗംഗ സന്തോഷത്തോടു കൂടിയിട്ട് നിലവിളക്ക് വാങ്ങുവാണ്. അങ്ങനെ വലതുകാല് വെച്ച് അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോ സുജാത പറഞ്ഞു, മോളെ പൂജാമുറിയിലേക്ക് കൊണ്ടേ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു രണ്ടുപേരും കൂടെ. അങ്ങനെ രണ്ടുപേരും കൂടെ പൂജാമുറിയിലേക്ക് ചെന്നു. സുജാതയും കൂടെ ചെന്നു. അവിടെ പോയി സുജാത പ്രാർത്ഥിക്കുവാണ്. ദൈവമേ, എൻ്റെ മക്കൾക്ക് ആയുസ് കൊടുക്കണേ, ഞാനായിട്ട് അവരോട് ചെയ്തതൊക്കെ പൊറുക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിനീതിന്റെയും ഗംഗയുടെ മനസ്സ് നിറഞ്ഞു. അവരും പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ലോ. ഈ സമയത്ത് ഗീതയോട് ദാസ് പറഞ്ഞു, നിന്റെ തള്ളക്കിത് എന്താടി ഭ്രാന്ത് പിടിച്ചോ? ഇവിടെ സത്യം ഒരുക്കി നമ്മളെ തീറ്റാനാന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നി ഇവറ്റകളെ തീറ്റാനാന്ന് തോന്നേ. കണ്ടില്ലേ, നിലവിളക്കുമായിട്ട് അകത്തേക്ക് കയറ്റിയത് കണ്ടില്ലേ? എന്നാലും അമ്മയ്ക്കിത് എന്ത് പറ്റി? അമ്മയ്ക്കൊന്നും പറ്റിയതല്ല, പറ്റിയത് ഇപ്പം നമ്മക്കാ. മിക്കവാറും നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരും. അതിനുള്ള പരിപാടിയാന്നാ തോന്നേ. ദേ ദാസേട്ട ഒന്ന് പതുക്കെ പറ, വിനീത് എങ്ങനെ കേട്ടാ കേൾക്കുവാണെ കേൾക്കട്ടെ. ഇത്രയും ദിവസം അവന് പെണ്ണും പിള്ള വീട്ടിൽ പോയി കിടന്നിട്ട് വന്നിരിക്കുന്നു. എന്നിട്ടോ തള്ള അവനെ വിളിച്ച് അകത്തേക്ക് കയറ്റിയത് കണ്ടോ? ഇതൊക്കെ എനിക്കറിയായിരുന്നു. അവനെ പടിയടിച്ച് പിണ്ടം വെച്ചെന്ന് പറഞ്ഞിട്ട് 16 അടിയന്തരം നടത്തുമെന്ന് പറഞ്ഞിട്ട് എവിടെയാടി? ചിലപ്പോ അമ്മയുടെ ഒരു അടവാണെങ്കിലോ. ഇനി വിളിച്ചു വരുത്തി സദ്യയൊക്കെ കൊടുത്ത് പിന്നെ അവരല്ലായിരിക്കണം. എനിക്ക് തോന്നുന്നു അവരുടെ മനസ്സ് മാറിയും തോന്നേ. അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടോ ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പോലും അറിയില്ല. എന്റെ സമനില തെറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. ഗീത പറഞ്ഞു, ഒന്ന് സമാധാനമായിട്ടിരിക്കുക, നമുക്ക് നോക്കാം എന്താ എങ്ങനെയാന്നൊക്കെ. ആ സമയത്ത് നിലവിളക്കെല്ലാം വെച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സുജാത അവരോട് പറഞ്ഞു, അതെ രണ്ടുപേരും കൂടെ വാ, അതെ അമ്മ സദ്യ ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം മോളെ, ഞാൻ നിന്നോട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത. അതിനുള്ള കൂലി എനിക്ക് കിട്ടുകയും ചെയ്തു, എന്നോട് പൊറുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിനീത് പറഞ്ഞു, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിച്ചു. പറയണം, ചില സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായിരുന്നെന്ന് പിന്നീടായിരിക്കും നമുക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ വിനീതിനെ ഗംഗയും കൂടെ ചേർത്ത് പിടിക്കണം. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. വിനീത് വിചാരിച്ചുകൊണ്ടിരുന്ന തന്റെ 16 അടിയന്തരം നടത്തിയെന്നൊക്കെ പറഞ്ഞ് അമ്മ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇനി തന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ച് കേട്ടില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഗംഗയ്ക്ക് സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. സുജാതയ്ക്ക് മനസ്സിലായി തന്റെ മകന് ഈ വീട്ടിൽ വേണം, ഇവൻ ഇവിടെ ഇല്ലെങ്കിൽ തന്നെ ആ ദാസ് എന്ന് പറയുന്ന പിശാശും തന്റെ മോളും കൂടെ ചേർന്ന് ഇല്ലാതാക്കുന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ അവരെയും ചേർത്ത് പിടിച്ചോണ്ട് പുറത്തേക്ക് വന്നു കഴിയുമ്പത്തേനും ഗീത ചോദിച്ചു, അമ്മ ഇത് എന്തിനുള്ള പുറപ്പാടാന്ന് ചോദിച്ചു. എന്താടി? അല്ല അമ്മയല്ലേ പറഞ്ഞേ, അമ്മ ഇവനെ പടിയടിച്ച് പിണ്ടം വെച്ചു, ഇനി ഈ വീട്ടിലേക്ക് കേറ്റില്ല എന്നൊക്കെ പറഞ്ഞേ. അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ടിപ്പൊ എന്തിനാ അമ്മ ഇവനെ വിളിച്ച് വീട്ടിലേക്ക് കയറ്റിയിരിക്കുന്നേ? എടി എത്രയാന്ന് പറഞ്ഞാൽ ഇവനെന്റെ മകനല്ലേ. ഓഹോ, അപ്പൊ അമ്മ ഞങ്ങളോട് കള്ളത്തരം പറഞ്ഞാണല്ലേ? അതിനിപ്പോ നിനക്കെന്താ കുഴപ്പമുണ്ടായത്? നിനക്കെന്തേലും പ്രശ്നം ഉണ്ടായോ? ദാസ് പറഞ്ഞു, എന്നാലും ഇത് ശരിയായിട്ടുള്ള കാര്യമല്ലമ്മേ. അമ്മ ചെയ്ത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. അമ്മയോടൊന്നും ഒരു വാക്ക് പോലും ചോദിക്കാതെ ഇവിടെ വിളിച്ചോണ്ട് വന്നതല്ലേ? അത് കേട്ടപ്പോ സുജാത പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ ദാസേ.
ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. ഇനിയിപ്പോ ഇവർ ഒരുമിച്ച് ജീവിക്കാനുള്ളവരാ. ഞാൻ അതിന് തടസ്സം നിന്നിട്ട് കാര്യമില്ല. അല്ലെങ്കിലും വയ്യാതെ കിടക്കണ സമയത്ത് ഒരു നേരത്തെ വെള്ളം എടുത്തു തരാനായിട്ട് എനിക്ക് എന്റെ മകനല്ലേ കാണത്തുള്ളൂ. അപ്പോഴേക്കും ഗീത പറഞ്ഞു, പിന്നെ ഞാനോ? ഞാൻ എന്തിനമ്മേ? ഞാൻ അമ്മയെ പൊന്നു പോലെയല്ലേ ഇത്ര ദിവസം നോക്കിയത്. ഇത്ര ദിവസം ഇവൻ അമ്മയെ വേണ്ടായിരുന്നല്ലോ. അമ്മയെ വേണ്ടെന്നും പറഞ്ഞിട്ട് ഇവളുടെ പിന്നാലെ സൗന്ദര്യം കണ്ട് ഇറങ്ങിപ്പോയവനല്ലേ. എന്നിട്ട് അമ്മ അവനെ വിളിച്ച് അകത്തേക്ക് ഏറ്റിയിരിക്കുന്നു, അവളെയും കൂടെ. എന്നാലും ഇത് അമ്മ ചെയ്ത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ദാസേന്റെ വീട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നാണക്കേടാന്നറിയാവോ? ഞങ്ങൾക്ക് എത്ര നാണക്കേടാന്നറിയാവോ? സുജാത പറഞ്ഞു, നിനക്ക് നാണക്കേടാണ്, നീ നിക്കണ്ട, നീ ഇറങ്ങിപ്പോയിക്കോ. അമ്മ എന്ത് വർത്താനാ പറയണേ? ഇത്ര നാളെ നീ ഇവിടെ നിന്നില്ലേ, ഇത് മതി. ഇനി എന്റെ മകനും മരുമോളും ഉണ്ട്, അവരിവിടെ നിന്നോളും, നീ ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞു. ഓഹോ, അപ്പൊ അമ്മയുടെ മനസ്സിലിരിപ്പ് ഇതായിരുന്നല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പം സുജാത പറഞ്ഞു, എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല, നിന്നെ കെട്ടിച്ചു വിട്ടതാണ്. അപ്പൊ നീ നിൽക്കുന്ന ഭർത്താവിന്റെ വീട്ടിലല്ലേ നിൽക്കേണ്ടത്. ഇനി അവിടെ നിന്നാ മതി. നിനക്ക് നാണക്കേടല്ലെന്നാന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് നീ ഇനി ഇങ്ങോട്ടേക്ക് പറഞ്ഞൊന്നു പോലും എനിക്കില്ല. ദാസു ദേഷ്യത്തോടെ മുറിക്കകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഗീതയും പിന്നാലെ അങ്ങോട്ട് പോവാണ്. സുജാത പറഞ്ഞു, മക്കള് വാ, അമ്മ സദ്യ ഒരുക്കിയിട്ടുണ്ട്, കഴിക്കാന്ന് പറഞ്ഞു. അങ്ങനെ കഴിക്കാനായിട്ട് ഇരിക്കുവാണ്. സുജാത ഗീതയെ അവരെ ദാസിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വേണ്ടെന്ന് പറഞ്ഞ് അവര് മുറിക്കകത്ത് തന്നെ ഇരുന്നോളൂ, പുറത്തേക്ക് വന്നത് പോലില്ല. സുജാത സന്തോഷത്തോടുകൂടി വിളമ്പി കൊടുക്കണ സമയത്ത് ഗംഗ പറഞ്ഞു, അതെ അമ്മായും കൂടി ഇരിക്കാൻ പറഞ്ഞു. വേണ്ട, മക്കള് കഴിക്കുക, ഞാൻ പിന്നെ കഴിച്ചോളാന്ന് പറഞ്ഞു. വിനീത് പറഞ്ഞു, അതെന്ത് വർത്താനമേ പറയണേ, അമ്മ വരാൻ പറഞ്ഞു. അങ്ങനെ സുജാതയും കൂടെ പിടിച്ചിരുത്തി. പൊന്നുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പൊന്നുവിനെ വിടാനായിട്ട് ഗീത കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് അവരാഹാരം കഴിക്കുകയാണ്. ആ സമയത്ത് അകത്ത് കുടില തന്ത്രങ്ങളൊക്കെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗീതയും അതുപോലെ ദാസും കൂടെ. ദാസ് പറഞ്ഞു, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് നല്ലതിനല്ല. സ്വത്തുക്കളൊക്കെ അവൻ കയ്യിലടക്കും. അവൻ ഇനി വീട്ടിൽ നിന്ന് പോകാൻ തോന്നില്ല, തള്ള വിടുവെന്ന് തോന്നില്ല. എനിക്ക് തോന്നുന്നു തള്ള വിളിച്ചു വരുത്തിയതാന്ന് തോന്നേ. സത്യമായിരുന്നു. കാരണം വിനീതിന് ചില സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. വിനീതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം വിനീത് തിരിച്ച് പിറ്റേ ദിവസം തന്നെ വിളിച്ചായിരുന്നു സുജാതയെ. ഇനിയിപ്പോ തലേ രാത്രിയിൽ അമ്മ എന്തുകൊണ്ട് എന്നെ വിളിച്ചേ, ഇനി വല്ല സ്വപ്നം കണ്ടതാണോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പിച്ചും പയും പറയുന്നതാണോ തന്നെ കൊല്ലാൻ വരുമോന്നൊക്കെ. അതൊക്കെ അറിയാൻ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് സുജാത പറയുന്നത്, എടാ മോനെ, നീ ഇന്ന് ഗംഗയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണം എന്നുള്ളത്. അത് കേട്ടപ്പം ഭയങ്കര സന്തോഷമായിരുന്നു വിനീതിന് തോന്നിയത്. അതുകൊണ്ടാണ് വിനീത് ഗംഗയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്നത്. അങ്ങനെ സദ്യ എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അമ്മയോട് വിനീത് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അമ്മയ്ക്ക് എന്ത് പറ്റിയമ്മേ? അമ്മയുടെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കുന്നത്? ഞാൻ വന്നപ്പോൾ മുതലൊരു കാര്യം ശ്രദ്ധിക്കുന്ന, ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറ്റം ഉണ്ടാവണമെങ്കിൽ എന്തേലും കാര്യം നടന്നിട്ടുണ്ടായിരിക്കുന്ന വിനീതിന് ഉറപ്പുണ്ടായിരുന്നു. അപ്പോഴേക്ക് സുജാത പറഞ്ഞു, ഒന്നും ഇല്ലായികയല്ല, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ എങ്കിൽ സുജാത കൂടുതലായിട്ടൊന്നും പറയാൻ കൂട്ടാക്കിയില്ല. ഇനിയിപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇതിന്റെ പേരിൽ രണ്ടുപേരും കൂടെ തമ്മിൽ വഴക്കുണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നേ. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ദാസിന്റെ ഗീതയുടെ അടുത്ത് ചെന്നിട്ട് സുജാത പറഞ്ഞു, അതെ, ഇനിയിപ്പം നിങ്ങൾ നിൽക്കണമെന്നില്ല. ഇനി ഇവിടെ ആളുണ്ടല്ലോ. നീ എന്താണെങ്കിലും വീട്ടിലേക്ക് പോയിക്കോ. നിങ്ങൾ പോകുമ്പോൾ മോളെയും കൂടെ കൊണ്ടുപോയിക്കോ. അവളെ ഇവിടെ നിർത്തണ്ട. കാരണം അവളെ ഇവിടെ നിർത്തിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ പേര് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഇടയ്ക്കിടയ്ക്ക് വരുമെന്നുള്ള കാര്യം സുജാതയ്ക്ക് നന്നായിട്ടറിയാം. അത് കേട്ടപ്പോ സഹിച്ചില്ല ദാസിന്. ഓഹോ, അപ്പൊ അമ്മ രണ്ടും കൽപ്പിച്ചല്ലേ? ഇപ്പൊ മകനെ കിട്ടിയപ്പോ ഞങ്ങളെ വേണ്ടല്ലേ, ഞങ്ങളെ ഇറക്കി വിടുവല്ലേന്ന് ചോദിച്ചു. ഇറക്കി വിടാനോ? ആരിറക്കി വിടാനായിട്ട്? അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും വിനീത് അങ്ങോട്ട് വന്നു. എന്താമ്മേ, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അത് പിന്നെ അപ്പോഴേക്കും വിനീത് ചോദിച്ചു, എന്താ അളിയാ? ഒരാളിയൻ വന്നിരിക്കുന്നു. എടാ നാണം ഉണ്ടാവനാണെങ്കിൽ, നന്ദിയുള്ളവനാണെങ്കിൽ നീ നിന്റെ തള്ളയുടെ വാക്കുകൾ കേൾക്കുമായിരുന്നു. എന്നിട്ട് എവിടെയോ കിടന്ന് ഒരുത്തിയും വിളിച്ചോണ്ട് വന്നിട്ട് അവൻ വെല്ലുവാക്ക് പറയാനായിട്ട് വന്നിരിക്കൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിനീത് പറഞ്ഞു, അളിയൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചോണ്ട് പുറത്തേക്ക് അങ്ങോട്ട് പോവാണ്. എന്താ അളിയന്റെ പ്രശ്നം? അളിയൻ എന്താ എന്നോട് എന്തോ ഒരു വൈരാഗ്യം ഉള്ള പോലെ? വൈരാഗ്യമോ? എടാ, നിനക്ക് നാണുണ്ട്, നീ ഇങ്ങോട്ടേക്ക് വരുവോ? നിന്നെ പടിയടിച്ച പിണ്ടം വെച്ചാ നിന്റെ തള്ള, പിന്നെ നീ എന്തിനാടാ ഇങ്ങോട്ട് കയറി വന്നേ? ഓ, അതാണോ കാര്യം? ഇതെന്റെ വീടാ. എത്രയാന്ന് പറഞ്ഞാലും അമ്മമാർക്ക് മക്കളല്ലാതെ ആകത്തില്ല. അമ്മ അങ്ങനെയൊക്കെ ഒരു ദേഷ്യത്തിന് പുറത്ത് പറഞ്ഞാലും എനിക്ക് വരാതിരിക്കുക പറ്റുമോ അളിയാന്ന് ചോദിച്ചു. എടാ, അപ്പൊ നീ മനഃപൂർവ്വം അല്ലേന്ന് ചോദിച്ചു. എന്ത്? കാരണം ദാസിന് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇത്ര സ്വത്തുക്കളൊക്കെ പോലോന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. പക്ഷെ
വിനീത് അതൊന്നും കാര്യമാക്കില്ല. പിന്നീടാണ് സുജാത കാര്യങ്ങളൊക്കെ പറയുന്ന വിനീതിനോട്, കൊല്ലാൻ വന്ന കാര്യമൊക്കെ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിനീതിന് സഹിക്കോ. വിനീത് ദാസിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോയിട്ട് അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. എന്റെ അമ്മയെ നീ കൊല്ലാൻ നോക്കുന്നോടാന്ന് ചോദിച്ചോണ്ട് കഴുത്തിന് കുത്തിപ്പിടിച്ച് ഞെക്കുവാണ്. നിന്നെ ഞാൻ കൊന്നുകളയും, എന്റെ അമ്മയ്ക്ക് നേരെ കൈ പൊക്കിയാലെന്ന് പറഞ്ഞോണ്ട് ഇത് കേട്ടോണ്ട് ഓടി വരുവാണ് അവിടുന്ന്. ആ, ഗംഗ ഗീതയും കൂടെ. ഗംഗ വന്നിട്ട് പറഞ്ഞു, വിട് വിനീതേട്ടാ, ഇവനെ ഞാനിന്ന് കൊല്ലും, എന്റെ അമ്മയെ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗീത പറഞ്ഞു, നിനക്കെന്താടെ ഭ്രാന്ത് പിടിച്ചോ, മിണ്ടരുതെന്ന് നീ, നിന്റെ കാറിനും അടിച്ചാൽ പൊട്ടിക്കുമെന്നും പറഞ്ഞോണ്ട് അവളെ തല്ലാനായിട്ട് അങ്ങോട്ട് കൈപൊക്കി. അപ്പോഴേക്കും സുജാത ഓടി വന്നു. വിടറ മോനെ, വേണ്ടാന്നൊക്കെ പറയണം. പിന്നീട് സുജാത ദാസിനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോടാ, ഇപ്പം മനസ്സിലായില്ലേ എന്റെ നേരെ കൈ പൊക്കിയിട്ടുണ്ട്, ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന്. നീ എന്താടാ വിചാരിച്ചോണ്ടിരുന്നേ? ചോദിക്കാനും പറയാനും എനിക്ക് ആരുമില്ലെന്നോ, മര്യാദയ്ക്ക് കടന്നു പോയിക്കോണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവരെ ആട്ടി ഇറക്കുന്നുണ്ട് അവിടുന്ന്. അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.